ഇന്ന് വർക്കിന് വന്നൊരു വാച്ചാണ്. ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയി പോയൊരു വാച്ചാണ്. മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ബാറ്ററിയൊക്കെ ലീക്കാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു മെഷീന് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. പുതിയ മെഷീൻ ഇടുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ടൈമിൻ്റെ അഡ്ജസ്റ്റ്. ഇതിപ്പോൾ ഞാൻ പുതിയൊരു മെഷീന് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ടൈമിൻ്റെ അഡ്ജസ്റ്റ് എനിക്ക് കാണാൻ സാധിക്കും. കുറച്ച് വലിപ്പം ഏറെയാണ്. എൻ്റെ കയ്യിലുള്ള പഴയ മെഷീനാണ്. അപ്പോൾ പുതിയ മെഷീൻ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആ ടൈമിൻ്റെ അഡ്ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് വാച്ചിന് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഞാനിവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണ സാധനം ജസ്റ്റ് ഊരിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ സ്ഥലം ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പോക്കുന്നൊരു ടിപ്സാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു കട്ടിംഗ് പെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് അതിന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് തിരിച്ചാൽ തന്നെ വീട്ടിൽ കത്തി മുറിച്ചൊക്കെ യൂസ് ചെയ്യണ കല്ലെടുത്ത് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ തന്നെ മതി. എന്നാൽ തന്നെ സെറ്റായിട്ട് അത് ആ കമ്പി സെറ്റായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ നല്ലൊന്ന് ഉരച്ചെടുത്താൽ സെറ്റായി കിട്ടും. അപ്പോൾ ആ സാധനം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായി വെക്കുമ്പോൾ അത് അതിൻ്റെ കറക്റ്റ് പാകത്ത് തന്നെ കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം മെഷീൻ ഫിറ്റ് ചെയ്ത രൂപങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണ ടിപ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സിന് ഇനിയും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇനി ഫോളോ ചെയ്ത് വെക്കുക. അപ്പം വാച്ച് സെറ്റായിട്ടുണ്ട്. ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ഒക്കെ സെറ്റായി പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കിന് ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. വാച്ചിൻ്റെ ബാക്കിലെ മൂടി ഒന്ന് അടച്ചെടുക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ വാച്ച് സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.